सिद्धये सर्वविद्यानां श्रीदक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। भूतनाथसदानन्दा सर्वभूतदयापर रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामी शरणमय्यप्प। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमस्तुते। मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपादमहं वन्दे परमानन्दमाधवम्। श्रीगुरुवायूरप्पा शरणम्। अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण। പാരിന്നൊട്ടുക്കു സൗഖ്യം പരിതൊടരുളുവാനിങ്ങു തൃശൂർ പൂരത്തിൽ ഭൂരിശ്രീയാർന്നു വാഴും പരമശിവസുതേ പാറമേ കാവിലമ്മേ ചാരേ വന്നെത്തി നിത്യം തവ പദകമലം കൂപ്പുമെൻ ദുഃഖഭാരം തീരെ മാറ്റാൻ കടക്കണ്ണിവനിരുളിയുവന്നമ്പോടിമ്പത്തിടമ്പേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പാറമേക്കാവിലെ അമ്മയുടെ പാദങ്ങളിൽ എൻ്റെ അനന്തകോടി നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം ശ്രീ ദുർഗാദേവി നമഃ. വിശ്വം സൃഷ്ടിച്ച കാത്തങ്ങൊടുവിലതു ഹരിക്കാനും ആർ സർഗരക്ഷാ സംഹാരാകാരയാൽ ആർക്ക് ഉലകമൊരു കളിപ്പാട്ടം ആരപ്പരാഖ്യ പശ്യന്തി മധുമാഖ്യ തദനു ഭഗവതി ഖ്യാതയാ. ബ്രഹ്മമുഖ്യന്മാർക്കും സംഭൂജവാക്കിൽ തെളിവോടമരണം വൈഖരി വർണ്ണരൂപ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് ത്രിമൂർത്തികൾക്കും ഉപാധിയാണ് മഹാദേവി എന്നാണ് പറയുന്നത്. ഓരോ കുടുംബത്തിനും ഒരു ധർമ്മദൈവം ഉണ്ടാവും അല്ലേ? പരദേവത, നമ്മുടെ ഭരദേവതാന്നോ പരദേവതാന്നോ ഒക്കെ പറയും. നമ്മൾ ഓരോരുത്തരും ആ പരദേവതയെ ഉപാസിക്കുന്നു. ദേവീഭാവത്തിലാണ് അധികവും പരദേവത ഉണ്ടായിരിക്കുക. എന്താ കാരണം? അമ്മയല്ലേ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ നോക്കുക. അപ്പോൾ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഭദ്രതയ്ക്കും വേണ്ടി അമ്മ തന്നെയാണ് നമ്മുടെ പരദേവതയായിട്ടുണ്ടായിരിക്കുക. ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും മഹാകാളിയായിട്ടും സരസ്വതിയായിട്ടും പല രൂപത്തിൽ നമ്മൾ ആ പരദേവതയെ ഉപാസിക്കും. അമ്മയോട് എന്താണ് ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത് അറിയോ? എല്ലാവരും ആരിലും കുറ്റം കാണാതിരിക്കാൻ ആരോടും നീചവാക്കോതിടായ്വാൻ ആർക്കും മനോദുഃഖം ഞങ്ങളായി തോന്നായ്വാൻ കാക്കണേ നിൻ പാദം കുമ്പിടുന്നേ. ഇതാണ് നമ്മൾ ദേവിയോട് ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? ആരിലും ഒരു കുറ്റം കാണാതിരിക്കണം. നമ്മളെല്ലാ കുറ്റവും തികഞ്ഞവരാണെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാനുള്ള അധികാരമുള്ളൂ. അപ്പം ആരും ഒരു കുറ്റം പറയരുത്. പിന്നെ ആരോടും ആർക്കും മനോദുഃഖം ഉണ്ടാക്കുന്ന ഒരു വാക്ക്, ഒരു നീച വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരരുത്. അതിനൊക്കെ ദേവി അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്.
എന്താ ഇപ്പൊ കുറ്റം പറഞ്ഞാല് എന്ന് ചോദിക്കും അല്ലേ? നമ്മളൊക്കെ സ്വഭാവമാണ്, കുറ്റം പറയാണ്ട് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ, നമ്മളെല്ലാം തേഞ്ഞവരാണോ എന്നുള്ളതല്ല ചോദ്യം. കുറ്റം പറയാണ്ട് ഇരിക്കാൻ സാധിക്കണം. ഒരു ദിവസം നമ്മൾ ആലോചിച്ചാൽ മതി, ഇന്നിപ്പോൾ ഞാൻ ആരെയൊക്കെ എത്രയൊക്കെ കുറ്റം പറഞ്ഞു എന്ന് ആലോചിച്ചാൽ നമുക്കത് പിടികിട്ടും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ പാപമൊക്കെ നമ്മളെ ഏറ്റെടുക്കുക അത്ര ചെയ്യണം. നമ്മൾ ഒരാളെ പറ്റി ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപമൊക്കെ നമ്മളെ ഏറ്റെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിനായിട്ടൊരു കഥ പറയും. പറയിപറ്റ പന്തിരുകുലത്തിലെ പാക്കനാരുടെ കഥയാണ്. പാക്കനാര് ഭാര്യയും ഒരു ദിവസം കാട്ടിലിങ്ങനെ വിറക് ഒടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അതിലെ ഒരു ബ്രാഹ്മണൻ വന്നു, ഒരു നമ്പൂതിരി. അന്നൊക്കെ തൊടലും തീണ്ടലും ഒക്കെ ധാരാളമുള്ള കാലാണ്. അപ്പോൾ പാക്കനാർ അങ്ങോട്ട് വഴി മാറി നിന്നു അത്രേ. ഭാര്യ അവിടെ തന്നെ നിന്നിങ്ങനെ വിറക് ഒടിക്കുക. അപ്പോൾ ഭാര്യനോട് പറഞ്ഞു അത്രേ, തിരുമേനിയല്ലേ വരുന്നത്, ഇങ്ങോട്ട് മാറി നിൽക്കൂ പറഞ്ഞു അത്രേ. അപ്പം ഇദ്ദേഹം പറഞ്ഞു അത്രേ, ഈ സ്ത്രീ പറഞ്ഞു അത്രേ, ഈ ബ്രാഹ്മണനെയാണ് മാറി നിൽക്കേണ്ടത്. എന്തിനാണ്? സ്വന്തം മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ബ്രാഹ്മണൻ. അപ്പൊ പാക്കനാര് പറഞ്ഞത്രേ, ഒരട്ട നിനക്കുമായി പറഞ്ഞത്രേ. അപ്പൊ ഈ ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ലല്ലോ, ഒരട്ട എനിക്കുമായി എന്നോ. അപ്പോൾ ഈ ബ്രാഹ്മണൻ ഒരിക്കൽ വീട്ടിൽ വലിയൊരു സദ്യ നടത്തി, മകൻ്റെ ഉപനയനം നടത്തുകയാണ്. അപ്പം ആ സമയത്ത് ചോറ് വലിയ ചരക്കിൽ വെക്കുകയാണ് അത്ര. വലിയ ചോറ് വെക്കണ ചരക്കിലേക്ക് ഓലയുടെ മുകളിൽ നിന്ന് ഒരട്ട വീണു അത്ര. ഇത് വാർക്കണ സമയത്ത് പണിക്കാർ കണ്ടു അത്രേ. അവർ ചോദിച്ചു അത്രേ, എന്താ തിരുമേനി ഇനി ചെയ്യുക, അട്ട വീണോലോ ചോറിലോ പറഞ്ഞത്രേ. അപ്പം എന്താ, അതൊന്നും സാരില്ല, അതൊക്കെ ആ വാലിയക്കാർക്കാ കൊടുത്തോളൂ പറഞ്ഞു, പണിക്കാർക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അതൊരു മഹാപാപമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമൊക്കെ താൻ തന്നെ അനുഭവണം. എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം എന്തായി, മരിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം യമലോകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട അട്ടേനെ എത്ര കൂട്ടി വെച്ചേക്കണം. അപ്പം ഈ തിരുമേനി എന്നും രാത്രി കിടക്കുമ്പോൾ ഓം ചിത്രഗുപ്തായ നമ എന്ന് പറഞ്ഞിങ്ങനെ ജപിക്കൂത്രേ. ആരാ ചിത്രഗുപ്തൻ അറിയില്ലേ? യമരാജാവിൻ്റെ മന്ത്രിയാണ്, ഒക്കെ എഴുതി വയ്ക്കുന്ന ആളാണ്. അപ്പോൾ ഇയാൾക്ക് തോന്നിയത്ര, അയ്യോ എൻ്റെ വലിയ ഭക്തനൊക്കെ ആണല്ലോ ഈ തിരുമേനി. അപ്പം ഇദ്ദേഹത്തിന് ഒരു ദിവസം ഉറക്കത്തിൽ കാണിച്ചു കൊടുത്തു അത്രേ, ഇങ്ങനെ ഒരു പാപമുണ്ട്, അട്ടേനെ തിന്നേണ്ട ഒരു പാപമുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഇയാൾക്ക് ഇങ്ങനെ ഒരു വിചാരമായി ഇത്ര, അയ്യോ ഇനിയിപ്പോൾ ഇതിനെന്താ ചെയ്യുക, ക്ഷമയൊക്കെ ചോദിച്ചു അത്രേ. അപ്പം ചിത്രഗുപ്തൻ പറഞ്ഞു കൊടുത്ത വഴിയാണത്രേ, തിരുമേനി ഒരു കാര്യം ചെയ്തോളൂ, നാളെ തൊട്ടേ തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ മൂത്ത മകളെ ഞങ്ങൾ ഏൽപ്പിച്ചോളൂ പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം തൊട്ട് കുളിക്കാനുള്ള എണ്ണ കൊടുക്കുക, കാലൊഴിഞ്ഞു കൊടുക്കുക, മുണ്ട് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ഈ മൂത്ത മകൾ ചെയ്യാൻ തുടങ്ങിയത്രേ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഭാര്യക്കാരൊക്കെ കുറേശ്ശെ തിരുമേനിയും മകളെയും പറ്റിയിട്ട് അപവാദം പറയാൻ തുടങ്ങിയത്രേ. അപ്പം എന്തായി, തിരുമേനീൻ്റെ ഓരോ പാപങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും. അട്ടേനെ തിന്നണേൻ്റെ കണക്ക് അവിടെ ഇങ്ങനെ കുറഞ്ഞു വന്നു. ഓരോരുത്തർക്കും ഓരോ അട്ടേനെ വിധിച്ച് കൊടുത്ത് ഈ കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരൊറ്റ അട്ടയും കൂടി ഉണ്ടായിരുന്നത്, അതിപ്പോൾ ഈ പാക്കനാർ ഭാര്യയ്ക്കും കിട്ടും. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പാപത്തിനൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ കുറ്റം പറയാതിരിക്കാനാണ് ആദ്യം. പിന്നെ നമ്മളെ വാക്ക്, ഒരാളെ ഒരു അടി അടിച്ചാൽ ചിലപ്പോൾ അയാളത് മറക്കും. പക്ഷേ നമ്മളയാളതിൽ നീച്ച വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കോളം അയാൾ മറക്കില്ല. അതുകൊണ്ട് അതൊന്നും പറയാതെ നമ്മളെ കാത്തു രക്ഷിക്കണേ പരദേവതേന്നാണ് നമ്മൾ ആദ്യം എന്നും നമ്മളിത് ജപിക്കണം അത്രേ, ഈ 4 വാചകം. പരദേവതേ നിന്റെ കനിയുണ്ടെന്നു വന്നാൽ ഗിരിയെ ചാടിക്കടന്നിടുമേ മുടവനും മൂകനും കവി സാർവഭൗമനായി ഭവിക്കുമേ ലോകത്തിനാധാരം നീ തന്നെയാണെല്ലായ്പ്പോഴും.
പരദേവത നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ട് മുന്നിൽ നിന്നും നമ്മൾക്ക് കരകയറാൻ സാധിക്കും. അതാണ് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്ന് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ ആദ്യം പറയും, നിങ്ങൾ ധർമ്മദൈവത്തിൻ്റെ അവിടെ പോയിട്ട് ഒരു വിളക്ക് കത്തിച്ചാൽ മതി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോയി തൊഴുക, ഒരു വിളക്ക് കത്തിക്കാലാണ് വലിയ വലിയ വഴിപാടൊന്നും ചെയ്യണ്ട. തട്ടകത്തിലമ്മയുടെ അടുത്ത് വന്നോളൂ, അത് വേണ്ടാന്നല്ല. പക്ഷേ തട്ടകത്തിലമ്മയല്ല ധർമ്മദൈവം. ധർമ്മദൈവം എന്ന് പറഞ്ഞിട്ട് ഓരോ കുടുംബത്തിനുണ്ട്. അവിടെ പോയിട്ട് ഒരു തിരി കത്തിക്ക്, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോയി തൊഴുക ഒക്കെ വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ പരദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മുടവനും ഗിരി ചാടിക്കടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മുടന്തി നടക്കുന്ന ആൾക്ക് ഗിരി ചാടിക്കടക്കാൻ സാധിക്കും. വച്ചിട്ട് ആരും ഇപ്പോൾ പർവ്വതം ചാടാൻ പോയിട്ടല്ല. അത്രയും ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ പരദേവത കാത്തു രക്ഷിച്ചുകൊള്ളും. മൂകനും കവി സാർവഭൗമനായി ഭവിക്കും. ഉണ്ടാൻ വയ്യാത്ത ഒരാള് കവിയാവും പറഞ്ഞ എന്താണ്? അപ്പോൾ നല്ല വാക്സാമർത്ഥ്യം വേണം. അപ്പോൾ മൂകനെ പോലും കവി സാർവഭൗമനാക്കും ആ പരദേവത. ലോകത്തിനാധാരം നീ തന്നെയാണെല്ലായ്പ്പോഴും. അമ്മയാണ് ഈ ലോകത്തിൻ്റെ ആധാരം. ദേവിയാണ് ലോകത്തിന് ആധാരം. എന്താണ് അങ്ങനെ പറയുന്നത്? ഈ വിശ്വം സൃഷ്ടിക്കുന്നതും പാലിക്കുന്നതും കൽപ്പാന്തത്തിൽ സംഹരിക്കുന്നതും ഒക്കെ ഈ ദേവി തന്നെയാണ്. അപ്പൊ നമ്മളൊന്നും കേട്ടിരിക്കുന്ന അങ്ങനെയല്ലല്ലോ, ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത് എന്നല്ലേ? ത്രിഗുണാത്മികയായ ദേവി തന്നെയാണ് ലോക സൃഷ്ടി നടത്താൻ ബ്രഹ്മാവിനെ സഹായിക്കുന്നത്. ബ്രഹ്മാവ് എവിടുന്ന് വന്നിട്ടുള്ളതാണ്? വിഷ്ണുവിന്റെ നാഭീപത്മത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അല്ലേ? അപ്പോ വേറെ ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്ക് സ്വന്തമായിട്ടൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? ഭഗവാന്റെ നാഭീപത്മത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രനല്ല എന്നർത്ഥം, അശക്തനാണ് എന്നർത്ഥം. പിന്നെ മഹാവിഷ്ണുവിനെ നോക്കാം, എന്താ ചെയ്യുന്നത്? ഏത് നേരം യോഗി തൽപ്പത്തില് യോഗ നിദ്ര കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്ന ആൾക്ക് സൃഷ്ടി നടത്താൻ പറ്റുമോ? എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? അപ്പോ സർപ്പശായിയായിട്ടാണ് കിടക്കുന്നത്, സർപ്പത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പൊ സർപ്പം എവിടെയാണ് കിടക്കുന്നത്? വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോ ആ വെള്ളത്തിന് ആധാരം എന്താണ് എന്നാണ് നമ്മുടെ അടുത്ത ചിന്ത. അതാണ് പ്രധാനമായിട്ടുള്ള ചിന്ത. ആ വെള്ളത്തിന് ആധാരം മറ്റൊന്നുമല്ല, അമ്മ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ സാക്ഷാൽ ശക്തിസ്വരൂപിണിയായിട്ട് ഈ ശക്തിസ്വരൂപിണിയെ ആശ്രയിച്ചിട്ടാണ് ത്രിമൂർത്തികളും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ഈ ത്രിഗുണാത്മികയായ ഈ ദേവിയുടെ ഒരു ശക്തി കൊണ്ടാണ് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് വെറും ദേവിയുടെ കയ്യിലെ ചട്ടുകങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോ ദോശ ഉണ്ടാക്കുന്നത് ഞാനാണ് എന്ന് ചട്ടുകത്തിന് പറയാൻ പറ്റുമോ? അല്ലല്ലോ, ചട്ടുകം ഒരു ഉപാധി മാത്രമാണ്. അതുമാതിരി ഇവരൊക്കെ ഓരോ ഉപാധികൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ശക്തി തരുന്നത് ദേവിയാണ്. ദേവി ഇല്ലെങ്കിൽ പിന്നെ ഒരു ശക്തിയേ ഇല്ല. നമ്മൾ ചില ദിവസം എഴുന്നേറ്റൊക്കെ കുറച്ച് നേരം കഴിഞ്ഞാൽ പറയും, ഇന്ന് എന്താണ് ഒരു ശക്തി ഇല്ല, കയ്യിനും കാലിനൊന്നും ഒരു ശക്തി ഇല്ല എന്ന് പറയും അല്ലേ? ആ ശക്തിയും നമുക്ക് തരുന്നത് ദേവി തന്നെയാണ്. അതാണ് ശങ്കരാചാര്യര് സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, ശിവശക്തിയുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അല്ലയോ പരാശക്തി, അമ്മയാണ്, ആ ത്രിപുരസുന്ദരിയാണ് സർവമംഗളകാരകനായ പരമശിവന് ശക്തി കൊടുക്കുന്നത്. അമ്മയോട് കൂടി ഇരുന്നിട്ടില്ലെങ്കിൽ ശിവന് ഒരു ശക്തിയില്ല. ഗൗരിയോട് കൂടി ഇരുന്നിട്ടില്ലെങ്കിൽ, പാർവതിയോട് കൂടി ഇരുന്നിട്ടില്ലെങ്കിൽ ഭഗവാന് ശക്തി കൊടുക്കുന്നത് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ
സാമർത്ഥ്യം കൊടുക്കുന്നത് അമ്മയുടെ ശക്തിയാണ്, അങ്ങനെ സമർത്ഥയാകുന്നത്. അതുകൊണ്ട് ബ്രഹ്മ വിഷ്ണു രുദ്രാദികളെ ആരാധിക്കുന്ന ആ ദേവിയെ നമ്മളെന്താ വേണ്ടത്? ത്രികരണങ്ങൾ കൊണ്ട് നമസ്കരിക്കുകയും സ്തുതിക്കുകയും ചെയ്യാതിരുന്നാൽ അവൻ എങ്ങനെ സമർത്ഥനാകും എന്നാണ് തോന്നുന്നത്. കഥമകൃത പുണ്യപ്രഭവതി. അപ്പൊ പരാശക്തി അമ്മയാകുന്നു, എല്ലാവരുടെയും അമ്മ അല്ലേ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അമ്മ, സർവഭൂതജനങ്ങളുടെ അമ്മ, ആദിപരാശക്തിയാണ് അമ്മ. ഈ ജഗന്നാഥ മാതാവ് അമ്മയായിരിക്കുന്നിടത്തോളം കാലം നമ്മളൊന്നും അനാഥരല്ല എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വരദാനം എന്താണ്? ഒരമ്മയാവുകയാണ് എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അമ്മയാണ് അല്ലേ? അമ്മയാവുക എന്നതാണ് ഒരു വരപ്രധാനം. ഈ ലോകത്തിലെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുപുത്രോ ജായതേ ക്വചിദഭികുമാദാനഭവതി എന്നാണ് പറയാ. ഒരു ചീത്ത മകൻ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും, പക്ഷെ ഒരിക്കലും ഒരമ്മ ചീത്ത ഉണ്ടാവില്ല അല്ലേ? ഒരമ്മയ്ക്ക് മകനോട് തോന്നുന്ന ആ ഒരു സ്നേഹം വേറെ ആർക്കും തോന്നില്ല. അതാ പറയണ്ടേ കുപുത്രോ ജായത. ചിലപ്പോൾ ചീത്ത മകനുണ്ടായി വയ്ക്കും, പക്ഷെ ഒരിക്കലും ഒരമ്മ ചീത്തയാവില്ല. അതാണ് പറയുന്നത്. എന്താണ്? ശ്രീ ശങ്കരാചാര്യര് സന്യാസം സ്വീകരിച്ചു പോകുന്നത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു കുട്ടിയല്ലേ ഉള്ളൂ, പിന്നെ മുതല പിടിക്കണ കഥയും ഒക്കെ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ സന്യാസത്തിന് വിട്ടു. അപ്പൊ എന്താ പറഞ്ഞത് ശങ്കരാചാര്യ മകൻ? അമ്മ സ്മരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കോളാം. അമ്മയ്ക്ക് എപ്പോഴാണ് എന്നെ കൊണ്ട് ആവശ്യം തോന്നുന്നത് വെച്ചാൽ. പക്ഷെ അമ്മ ഒരിക്കൽ പോലും സ്മരിച്ചിട്ടില്ല. കാരണം മകന്റെ സന്യാസത്തിന് അതൊരു കോട്ടം തട്ടരുത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അമ്മയുടെ ആ മരണസമയത്ത് ശങ്കരാന്നൊരു വിളി ഇങ്ങോട്ട് വിളിച്ചപ്പോഴൊക്കെയാണ് ശങ്കരാചാര്യർ പ്രത്യക്ഷപ്പെട്ടു. മാതൃപഞ്ചകം എന്ന് പറഞ്ഞ 5 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് അവർ. അതിലത്തെ ആദ്യത്തെ ശ്ലോകമാണ് ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയ തസ്യൈ ജനന്യേ നമഃ. ശങ്കരാചാര്യർ ആ അമ്മയെ അങ്ങോട്ട് നമസ്കരിക്കുക ചെയ്യുന്നത്. ലോകഗുരു സന്യാസി അല്ലേ? എന്നാലും ആ അമ്മയായിട്ടുള്ള ബന്ധം ഉണ്ടല്ലോ, അതൊരിക്കലും തീരില്ല. നിൽക്കട്ടെ പെരുനോവിൻ കഥ രുചി കുറയും കാലം ഏറെ ചെടുപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളോരമ്മേ തൊഴാം ഞാൻ. അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. അമ്മേ, എന്നെ പ്രസവിക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ചിട്ടുള്ള ആ വേദന മറ്റൊരമ്മയ്ക്കേ മനസ്സിലാവുള്ളൂ. പിന്നെ അമ്മ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഇല്ലേ? നൈരുച്യം രുചിന്യായ തനുശോഷണം, ശരീരമൊക്കെ മെലിയും. പിന്നെയോ മലമയീ ശയ്യാജ സംവത്സരീ, ഒരു കൊല്ലക്കാലം കുട്ടിയുടെ മലമൂത്രങ്ങളാകുന്ന ആ കിടക്കയിൽ കിടക്കുക. അമ്മ ഉണ്ടില്ലെങ്കിലും കുട്ടിക്ക് നേരാനേരങ്ങളിൽ പാല് കൊടുക്കുക. അമ്മയുടെ ഉറക്കം ശരിയാവുമോ? അങ്ങനെ എന്തെല്ലാം കടമ്പകളാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അമ്മയെ ഒരമ്മ സഹിക്കുന്നത്. ആ അമ്മയ്ക്ക് എന്താണ്, ആ അമ്മയ്ക്ക് എത്ര വലിയ മകനാണെങ്കിലും ആ അമ്മ ചെയ്തിട്ടുള്ള കഷ്ടപ്പാടിന് ഒരെണ്ണത്തിന് പോലും ആ മകന് ഒരു പ്രതിഫലം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ശങ്കരാചാര്യരായിട്ടുള്ള സന്യാസി വര്യൻ പറയുന്നത്. അപ്പൊ പിന്നെ സാധാരണക്കാരായ നമ്മുടെയൊക്കെ കാര്യം പറയാനുണ്ടോ?
അപ്പൊ ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയായ നമ്മുടെ കുടികൊള്ളുന്ന ഈ അമ്മയുടെ മുമ്പിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ വിചാരം ഒരു പായസം കഴിക്കുകയെ, ഒരു പുഷ്പാഞ്ജലി കഴിക്കുകയെ, അല്ലെങ്കിൽ ഒരു വിളക്കും മാലയും ചേർക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മളെ അമ്മയ്ക്കൊക്കെ കൊടുത്തു എന്നാണ് വിചാരം, അല്ലേ? അതൊന്നും സാധ്യമല്ല. മനസ്സ് ശുദ്ധമായി അമ്മയെ ഒരു സാഷ്ടാംഗ നമസ്കാരം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അമ്മയ്ക്ക് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അമ്മയുടെ അല്ലാതെ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഒക്കെ അമ്മ തന്നിട്ടുള്ളതല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അത് നമ്മൾ പറയണ്ട, ഓ ഞാൻ അത് കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞ് പേരൊക്കെ എഴുതി വെക്കും. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ അമ്മയാണ് നമുക്ക് തന്നിരിക്കണേ, അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നതല്ല. അപ്പൊ അമ്മയ്ക്ക് എൻ്റെ ഒരു സാഷ്ടാംഗ നമസ്കാരം മാത്രമേ ഉള്ളൂ എന്നാണ് അമ്മയോട് പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ അമ്മയെ സ്മരിച്ചിട്ടേ തുടങ്ങാൻ പാടുള്ളൂ. അധിക പേരും അങ്ങനെ ചെയ്യുള്ളൂ. അമ്മ അടിച്ചാൽ പോലും ഒരു കുട്ടി എന്താ ചെയ്യുക, അല്ലേ? നല്ല അടി കൊടുത്തൊരു മുക്കിൽ കൊണ്ടുപോയി കുട്ടിയെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അപ്പോഴും അമ്മയെ അമ്മയെ പറഞ്ഞിട്ടാണ് കരയുക, അല്ലേ? ഇത് അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് ഓടി വരിക, അല്ലേ? അപ്പോൾ നമ്മുടെ അമ്മ, നമ്മളെ പ്രസവിച്ച അമ്മയ്ക്ക് കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ ദേവിക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നമ്മൾ ദേവിയെ സ്മരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുക? എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ വലത്തെ കൈ വിടർത്തി ആ വലത്തെ കൈയിൻ്റെ അറ്റത്ത് ലക്ഷ്മി ദേവിയെയും മധ്യത്തിൽ സരസ്വതിയെയും കീഴ്ഭാഗത്ത് ഗൗരിയെയും ധ്യാനിക്കുന്നു, ഇല്ലേ? കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. അങ്ങനെ വേണം നമ്മൾ എന്നും കാലത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ധനത്തിന് വേണ്ടി ലക്ഷ്മിയെ ആരാധിക്കുന്നു, വിദ്യയ്ക്ക് വേണ്ടി സരസ്വതിയെ ആരാധിക്കുന്നു, നമുക്ക് ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ ഗൗരിയെ ആരാധിക്കുന്നു. ഇത് മൂന്നും നമുക്ക് എല്ലാ ദിവസവും വേണ്ടേ? ധനം വേണ്ടേ? ജീവിക്കാൻ ധനം വേണ്ടേ? പിന്നെ വിദ്യ, അറിവ് വേണ്ടേ? എന്തിനും വേണം അറിവ്. അല്ലാണ്ട് പഠിച്ച് ഡിഗ്രി മേടിക്കേണ്ട കാര്യത്തിന് മാത്രമല്ല വിദ്യ, അല്ലേ? ഒരു ചായ ഉണ്ടാക്കണമെങ്കിലും വേണം അറിയണം, ഒരു കൂട്ടാൻ വെക്കണമെങ്കിൽ വേണമെങ്കിൽ അറിയണം. ഇതിനൊക്കെ എന്ത് വേണം? ശക്തി വേണം. എഴുന്നേറ്റ് നിന്ന് ഈ ജോലിയൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ ശക്തി വേണ്ടേ? അപ്പൊ ഈ മൂന്ന് ആളുകളെ, മൂന്ന് ദേവിമാരെയും നമ്മുടെ വലത്തെ കയ്യിൽ എന്നും നമ്മള് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. അങ്ങനെ നമ്മൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. എഴുന്നേറ്റിട്ട് നമ്മളത് ചെയ്യാം. ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഇനി എന്തെങ്കിലും പോയിട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചാടി ഇറങ്ങല്ല. കട്ടിൻ്റെ മുകളിലാണല്ലോ ഇപ്പം എന്തായാലും എല്ലാവരും കിടക്കുക, അല്ലേ? ഇറങ്ങല്ല വേണ്ടത്. നമ്മൾ ഭൂമിയെ തൊട്ട് തലയിൽ വെച്ചിട്ട് സമുദ്രവസനേ ദേവി പർവതസ്ഥലമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അമ്മേ, ഭൂമിദേവിയാണ്. ഭൂമിദേവി അമ്മയല്ലേ? അമ്മേ, ഞാൻ എൻ്റെ അമ്മയുടെ മേലെ ചവിട്ടാൻ പോവുകയാണ്, അമ്മയെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും എന്താ പരിഹസിച്ച് നിൽക്കും ചിലപ്പോൾ നമ്മളെ ഇതൊക്കെ ചെയ്യുന്നതിന്, അല്ലേ? പക്ഷേ സയൻറ്റിഫിക്കായിട്ടും ഇതിലൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് എനർജിയാണത്ര നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുക, മാലിന്യം. ആ മാലിന്യമൊക്കെ രാവിലെ നമ്മൾ ഉണരുന്നതോട് കൂടിയിട്ട് പോകും. നല്ല ഊർജം നമുക്ക് കിട്ടും. നമ്മൾ കാലാണ് ആദ്യം നിലത്തേക്ക് വെക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കൂടി ആ ഊർജമൊക്കെ പോയിട്ട് നമ്മുടെ ശരീരത്തിന് ശക്തി ഉണ്ടാവില്ല. അതേസമയത്ത് കൈകളാണെങ്കിൽ മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് നമ്മുടെ ശരീരബലം കൂടും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ സയൻറ്റിഫിക്കായിട്ടും ഇപ്പോൾ കുറേയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നതൊന്നും വെറുതെ അല്ല. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് പലതരം ആപത്തുകൾ വന്നുകൊടും, ഇല്ലേ? എപ്പോഴും സുഖം മാത്രമല്ല ഉണ്ടാവുള്ളൂ, ദുഃഖം ഉണ്ടാവും, ഇല്ലേ? അപ്പം നമ്മൾ എന്താ വേണ്ടത്? അമ്മേനെ ഉറക്കെ വിളിക്കാം. ആപതികിം കരണീയം സ്മരണീയം ചരളയുഗളമമ്പായ. അമ്മേ, സ്മരണം
കിം കുരുതേ ബ്രഹ്മാദീനഭിജകിങ്കരീ കുരുതേ. ആപത്ത് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജഗജ്ജനനിയുടെ തൃപ്പാദങ്ങളെ സ്മരിക്കണം. ആ സ്മരണം കൊണ്ട് മാത്രം ബ്രഹ്മാവ് മുതലായ ദേവന്മാർ പോലും നമ്മുടെ കിങ്കരന്മാരാവുന്നവർ. അപ്പം അമ്മയെ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് മുതലായവരെല്ലാവരും നമ്മുടെ ആ പ്രാർത്ഥന കേട്ടണം. പരാശക്തി അമ്മയാകുന്നു, എല്ലാവരുടെയും അമ്മ. ഈ അമ്മയല്ലാതെ മറ്റൊന്നും തന്നെ എവിടെയും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അതാണ് ദേവീ ഭാഗവതത്തിൽ സർവം ഖല്ലിതമേവാഹം നാന്യദസ്തി സനാതനം. അതിൻ്റെ മലയാളം എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ താനിതെല്ലാം മറ്റൊന്നില്ല നൂനം സനാതനം. ഞാനല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ, ദേവിയല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദേവിയുടെ ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാക്കും.